Hello guys and welcome to Ariascope Pines. Yes, അപ്പോൾ Ariascope Pines ഇന്നത്തെ വീഡിയോ കുറച്ച് വിഷമകരമുള്ള ഒരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഖത്തർ സീരീസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. വിഷമം മാത്രമല്ല സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഫോണിൽ ഇങ്ങനെ ഡംപായിട്ട് കിടന്ന കുറേ നാളത്തെ വീഡിയോസാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പക്ഷേ വിഷമം എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ഫാമിലിയിൽ ഇതുപോലെ എല്ലാവരുമായിട്ടും ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി അടിച്ചു പൊളിച്ചതൊക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇനി ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാലും ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ അതുകൊണ്ടാണ് വിഷമം എന്ന് ഞാൻ പറഞ്ഞത്. സോ ഇത് ആക്ച്വലി 2 ദിവസത്തെ സംഭവങ്ങളാണ്. ഞാനും സിത്താര ചേച്ചിയും കിങ്ങിണി ചേച്ചിയും കൂടെ നിൽഡ എന്ന് പറഞ്ഞൊരു ബ്യൂട്ടി പാർലറിൽ പോവാണ്. സോ ഇതിൻ്റെ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ ആണ് ആക്ച്വലി നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ, തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. സോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്യൂട്ടി പാർലറിൽ 5 സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം ചെയ്തത് ഈ ഒരു ഹെയർ സ്പാ ആണ്. ടു ബി ഓണസ്റ്റ്, നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തികെട്ട സർവീസ് ആയിരുന്നു അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്പാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തോരം കാര്യങ്ങൾ ചെയ്തു തരും, ഇതൊന്നും അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ ദിവസത്തെ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജെൽ നെയിൽ പെയിൻറ് എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെയർ സ്പാ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ ദി വെരി നെക്സ്റ്റ് ഡേ നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ ആണ്. അന്നത്തെ ദിവസം ഞാൻ അത്രേ ഷൂട്ട് ചെയ്തുള്ളൂ. ബാക്കി ഷൂട്ട് ചെയ്യാനൊന്നും വീട്ടിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് മടങ്ങി വരുവാണ്. സോ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ആയിരുന്നു. കൂടുതലും നല്ല മെമ്മറീസ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. കാരണം വളരെ നല്ല നല്ല മൊമെൻറ്റ്സ് ഇങ്ങനെ കയ്യിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തത് ക്യാപ്ചർ ചെയ്യുക എന്നൊന്നും തോന്നത്തില്ല. നമുക്ക് ആ ഒരു നിമിഷം എൻജോയ് ചെയ്ത് പോകാനേ തോന്നത്തുള്ളൂ. അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ, കാരണം ചേച്ചി ആ സമയത്ത് പ്രഗ്നൻ്റ് ആണ്. 4-5 പേരുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും കംഫർട്ടും കൂടെ നോക്കണം. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് വീഡിയോ ഇടണം എന്നുള്ള രീതിക്കല്ല. ഇതൊരു ഫാമിലി മൊമെൻ്റ് ആയിരുന്നു. പക്ഷേ പറ്റാവുന്നതൊക്കെ കവർ ചെയ്തു. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം ഇത്രയും നല്ല അടിപൊളി മെമ്മറീസ് എൻ്റെ ലൈഫിൽ എന്തായാലും എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ ലൈഫിൽ തന്നതിന് ചേച്ചിക്കും ചേട്ടനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചേട്ടനിപ്പോൾ ലീവ് കിട്ടി നാട്ടിൽ വന്നാലും ഒരിക്കലും നമ്മൾ ഞാൻ നാട്ടിൽ വന്ന് നമുക്ക് എല്ലാവരും കൂടെ കറങ്ങാൻ പോവാം അങ്ങനൊന്നും പോയിട്ടില്ല. കറങ്ങാൻ പോയിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് പോകുന്നത് ഒന്നെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ എന്തെങ്കിലും വഴിപാട് അങ്ങനെയൊക്കെ ആയിരിക്കും. സീരിയസ്ലി. അല്ലാതെ നമ്മൾ ഊട്ടിക്കോ കൊടൈക്കനാലോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകും കേട്ടോ. സിനിമയ്ക്ക് പോകാറുണ്ട്, പക്ഷെ അതൊക്കെ അടുത്തല്ലേ. അല്ലാതെ നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് ലൈഫിൽ പോയിട്ടേയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസത്തെയും ഇങ്ങനെ വ്ളോഗ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതൊരു പ്രഷ്യസ് മെമ്മറി തന്നെയാണ്. സോ ഐ എം ലൈക്ക് റിയലി ഹാപ്പി. എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം മാത്രമായിരിക്കും. ആൻഡ് ഇപ്പോൾ ഇതിൽ ഇരട്ടി സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ലൈഫിലേക്ക് 2 മെമ്പേഴ്സ് കൂടുതൽ വന്നു. ഒന്ന് ഞങ്ങളുടെ മാച്ചപ്പൻ മാഷുവിൻ്റെ ഒഫീഷ്യൽ നെയിം അയാൻ അനുദേവ് എന്നാണ് കേട്ടോ. മാഷു നമ്മുടെ ലൈഫിലേക്ക് വന്നു. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡ് മോനു വന്നു. മോനുവിൻ്റെ പേര് മോനിഷ് മോഹൻ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വളരെയധികം സന്തോഷമാണ്. പക്ഷേ സ്റ്റിൽ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു കുഞ്ഞുവിഷമമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് നേരെ നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എയർപോർട്ടിന് എത്തിയതിന് ശേഷം വേറെ കുറേ ട്രാജഡി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ട്രാജഡി അല്ല, പിന്നെ ഈ സമയം എന്ന് പറയുമ്പോൾ ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക. അപ്പോൾ അമ്മ കുറേ ഉപദേശം കൊടുക്കുന്നുണ്ട്, മോളെ അത് കഴിക്കണം, മോളെ ഇങ്ങനെ നോക്കണം അങ്ങനെ നോക്കണം എന്നൊക്കെ. ബൈ ഇപ്പോൾ വാവേണ്ടല്ലോ, അതുകൊണ്ട് ഇനി അത് ഓർക്കണ്ട. പിന്നെ ഇത് കാണുന്നുണ്ട്, എന്തൊരു രസമല്ലേ. അത് നമ്മുടെ എയർപോർട്ട് ആക്ച്വലി എത്താറായി. റൈറ്റ് സൈഡിലെ കടലൊക്കെ എന്തൊരു ബ്ലൂ കളറാണ്, എന്ത് രസമാണ് കാണാനായിട്ട്. സത്യത്തിൽ ഇവരുടെയൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ റോഡും ഇവരുടെ റോഡും ഒക്കെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ബട്ട് സ്റ്റിൽ. ഓക്കെ. സോ ബൈ ദ ബൈ നമ്മളിങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചും നമ്മൾ ഖത്തർ എയർവേസ് തന്നെയാണ് വരുന്നത്. അത് വേറൊരു അടിപൊളി ഫീലാണ് കേട്ടോ. ഖത്തർ എയർവേസ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഈ ഒരു ട്രിപ്പിന് ശേഷം പലതവണയല്ല എയർ ഏഷ്യയിൽ കയറിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഇൻഡിഗോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഖത്തർ എയർവേസിൽ കൂടി വരാൻ പറ്റിയത് തന്നെ എന്തൊരു ഭാഗ്യം. അതിനുശേഷം ഇതിൽ കയറിയപ്പോഴാണ് ഖത്തർ എയർവേസിൻ്റെ വില മനസ്സിലാവുന്നത്. എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം ആരും അത്ര ഹാപ്പിയൊന്നും അല്ല. പിന്നെ വീഡിയോ ഒരു മെമ്മറിക്ക് എടുക്കണം എന്നുള്ളത് കൊണ്ട് എടുക്കുവാണ്. ചേച്ചിയൊക്കെ ഇങ്ങനെ വോൾട്ടേജ് പിന്നിക്കുക. ഓക്കെ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു അമളി പറ്റി എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ആക്ച്വലി എനിക്ക് ചേച്ചി ഡി ബേക്കേഴ്സിൻ്റെ ഒരു ഷൂസ്, നല്ല അടിപൊളി ഷൂസ് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഷൂസ് ഇട്ട് വന്നു, പക്ഷെ അതൊരു എക്സിക്യൂട്ടീവ് ഷൂ അല്ല. അപ്പോൾ അതുകൊണ്ട് അവരെന്നെ നൈസായിട്ട് പൊക്കി പോയി ഷൂ മാറ്റിയിട്ട് വരാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ പണിയാകും എന്ന് മനസ്സിലായി. ചേച്ചീനെ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി വേഗം വന്നു. അമ്മയാണെങ്കിൽ ഷൂവേ ഇടാത്ത ആളാ. അന്ന് എന്താണെന്ന് അറിയത്തില്ല, അമ്മ ഷൂ ഇട്ടിറങ്ങി. അവിടെ അമ്മ സേഫായിരുന്നു, ഞാൻ പെട്ടു സതിയേ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ എയർപോർട്ടിൽ വിട്ടിട്ട് പോയ ചേച്ചീനെ തിരിച്ച് വിളിച്ച് ചേച്ചിയുടെ ഷൂ മേടിച്ച് ഞാനിട്ടു. അത്രയും നല്ല ടെൻഷനായി പോയായിരുന്നു കേട്ടോ ആ സമയത്ത്. ഭാഗ്യം ചേച്ചി അടുത്തുണ്ടായിരുന്നത് കൊണ്ട് ഓക്കെ സെറ്റാക്കാൻ പറ്റി. സോ അതിനുശേഷം നമ്മൾ നേരത്തെ എത്തി. ഒബ്വിയസ്ലി എയർപോർട്ടൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇതാണ് കഥാനായകനായ ഷൂസ്, അതുകൊണ്ട് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചേ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ തെര പര നടന്നു. ഒടുവിൽ ഗൈസ് നമ്മൾ ബോർഡിങ് ചെയ്തു, അകത്തേക്ക് കയറുവാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്, സങ്കടമുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ അതായിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ ഖത്തർ എയർവേസ് ട്രിപ്പ്. ആൻഡ് ഞങ്ങളതേ ഫ്ലൈറ്റിലേക്ക് കയറുവാണ്. ഫ്ലൈറ്റ് വന്നു. അതിനുശേഷം ഖത്തർ എയർവേസിലെ ലാസ്റ്റത്തെ ഫ്ലൈറ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് നല്ലോണം മുതലെടുക്കണം എന്ന് ഞാൻ മനസ്സിൽ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി ട്രൈ ചെയ്യാൻ വേണ്ടി കാൻബറി ജ്യൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അപ്പോൾ അതൊക്കെ പറയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മ ഒരു ഏകമുദ്ര കാണിച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കുൽസുമ്മയില്ലേ, ഫാമിലി ഫ്രണ്ട് കുൽസുമ്മ ആക്ച്വലി ഫോൺ എടുക്കുമ്പോൾ വിക്ടറിക്ക് പകരം കാണിക്കുന്ന ഒരു വിരള അത് അമ്മ കാണിച്ചത്. പിന്നെ ഞാൻ കുറച്ച് നേരം സിനിമ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. ഫുഡ് ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിനുവ സാലഡ്. ഞാൻ ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാത്തിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കിയാൽ മതി. ആൻഡ് അതെ, ഏതോ ഒരു സിനിമ കണ്ടു കഴിഞ്ഞു, ട്രിവാൻഡ്രം എത്തി, അങ്ങനെ നമ്മൾ ഇറങ്ങുവാണ്. സോ താങ്ക് യു സോ മച്ച് ഖത്തർ എയർവേസ്. ടാറ്റാ. ട്രിവാൻഡ്രം എത്തി, നമ്മൾ ബാഗേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഭദ്രണങ്ങളാണ് ഞങ്ങളെ കൊണ്ടുവിട്ടതും തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നതും. താങ്ക് യു സോ മച്ച് അങ്കിൾ. ഞങ്ങൾ ആക്ച്വലി രാവിലത്തെ ഫ്ലൈറ്റ് ആയിരുന്നു, രാവിലെ അങ്ങ് എത്തിയായിരുന്നു കേട്ടോ. രാവിലെ അല്ല, രാത്രിയത്തെ എന്നാണ് എൻ്റെ ഓർമ്മ. സോ എനിവേ ഖത്തർ സീരീസ് ഇവിടെ തീരുകയാണ് ഗായ്സ്. സോ ബൈ.